ഈ അഞ്ചക്കള്ളക്കൊക്കെ ശരിക്കും ഉണ്ടോ? നിങ്ങൾ പിടിക്കും സെറ്റ് അടിച്ചാൻ പോയിരിക്കും. അല്ലെങ്കിൽ ഈ വില്ലന്മാരൊക്കെ പൊതുവെ നമ്മള് സിനിമയില് കാണുമ്പോ മറ്റേ വെറുത്തു, പക്ഷെ ജീവിതത്തിൽ കാണുമ്പോ അവരായിരിക്കും ഏറ്റവും പാവങ്ങള്. ഗുണ്ടകള് പാവങ്ങളാ. കഥാപാത്രത്തിലേക്ക് വരാം. ഇപ്പം ബ്രോ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളായാലും ശരി, ഒരു ആള് എപ്പോഴും ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു കഥാപാത്രങ്ങളുണ്ടല്ലോ. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു, അങ്ങനെയാണോ? ഇതറിയില്ല, എന്റെ മോന്ത കാണുമ്പോ രണ്ടു വാക്ക് വേണ്ടി കന്നഡ അർത്ഥായിട്ടാ എന്ത് മനസ്സിലാവുന്ന ഭാഷ മാറ്റാടേടാ. ഇത് ഗില്ലാപ്പിയുടെ ഭാഷയിലെന്ന് പറഞ്ഞ് ഇപ്പൊ ഗില്ലാപ്പി, ഞങ്ങൾക്ക് വേണ്ടി ഗില്ലാപ്പിയുടെ ഒരു ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡയലോഗ് ഗില്ലാപ്പിയായിട്ട് ഞങ്ങൾക്ക് ഒരു ഡയലോഗ് ഇറക്കുകയാണെങ്കിൽ എന്താ പറയാ പറഞ്ഞോട്ടെ. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ലിവർപൂളിൽ വരുന്ന ഒരു കളിയാണ്. ഏറ്റവും വലിയ ഫോമില് അതിന്റെ ഏറ്റവും വലിയ സെയിം ഹിയർ. അവിടെയും ആൻഫീൽഡിൽ പോയിരുന്ന ഒരു കളി കാണുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡ്രീം. എന്താ അത്ര ഇതായിട്ട് ലിവർപൂൾ മാൻ ജെറാർഡ് എന്താ പറയാ, ഇപ്പൊ എന്താ പറയാ, നമുക്ക് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ, ആൾക്കാരെ ഫോളോ ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഈ പരിപാടി ഞാൻ തുടങ്ങിയത് സ്റ്റേജിനകത്തായിരുന്നു. അപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് മറ്റേ എനിക്കറിയാവുന്ന പോർഷൻസ് ഇപ്പൊ ഞങ്ങളുടെ ഓൺ സോങ്സ് തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു പകുതി ഭാഗം വരെ എനിക്ക് അറിയത്തുണ്ടാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മറ്റേ ബേസ് ഗിറ്റാറിന്റെ മറ്റേ ഗെയിലും സാധനവും വോളിയൊക്കെ ഒന്ന് കുറച്ചിടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേജിൽ കിടന്ന് നമ്മൾ എന്ത് കാണിക്കുകയാണെങ്കിലും കുഴപ്പമില്ലല്ലോ, സ്റ്റേജിൽ നമ്മൾ ലൈവായിട്ട് നിന്നാൽ. ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ എൻ ബി ഹിയർ. അഞ്ച് കള്ള കോക്കൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനായിട്ട് നമ്മളോട് ചേരുന്നു മെറിൻ ജോസും, മെറിൻ ഫിലിപ്പ് ആൻഡ് പ്രവീൺ. അപ്പം 3 പേർക്ക് നമസ്കാരം. അപ്പം ഏറ്റവും പുതിയ വിശേഷം അഞ്ച് കള്ള കോക്കൻ അല്ലേ? അഞ്ചക്കള്ള കോക്കൻ പേര് കുറച്ച് കടുകട്ടിയാണ്. അപ്പം ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണല്ലേ, ഇന്ന് സിനിമ റിലീസായി. അപ്പോൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? മൊത്തം എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. രാവിലെ തിയേറ്ററിൽ പ്രേക്ഷകരായിട്ട് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എത്രത്തോളം എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മുടെ ഗില്ലാപ്പി ബോയ്സിനെയാണ് കുറച്ചുകൂടെ. യെസ്, ഗില്ലാപ്പികളാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുമ്പം സിനിമ കണ്ട് ഓഡിയൻസിനെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. ഈ രണ്ടുപേരാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ഞാൻ കേട്ടുപോയി അവരോട് സംസാരിക്കുമ്പോൾ ഒരു വാക്കും വേണ്ടത്, അവർ പെർഫോമൻസിലാണ് നിൽക്കുന്നത് തോന്നുന്നു. ക്യാരക്ടർ എന്നാലേ നിൽക്കത്തുള്ളൂ. ആറ്റിറ്റ്യൂഡ് മൊത്തം ഞങ്ങൾ കഥാപാത്രം കിട്ടി കഴിയുമ്പോഴേ കൊടുക്കുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ എക്സ്പീരിയൻസ്? ഒക്കെ ഉണ്ടായിരുന്നു, ഒരു വലിയൊരു ക്രൂ തന്നെ ആയിരുന്നു, എന്നാൽ കുറെ പുതുമുഖങ്ങളും ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും പ്രേക്ഷകരെ പോലെയും ഇവരെല്ലാവരെയും പോലെ ആദ്യമായിട്ടാണ് സിനിമ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വന്ന് പറയുമ്പോഴേ ഞാൻ ഉല്ലാസേട്ടൻ്റെ അടുത്ത് ഒന്നും നോക്കാണ്ട് ഞാൻ കണ്ണടച്ച് ഞാനുണ്ട്, എന്നെ മാറ്റരുത്, ഞാൻ തന്നെ ചെയ്തു. അപ്പം മേക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തികച്ചും ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ മലയാള സിനിമയിൽ ഒരു അത്രയും ക്വാളിറ്റി ഉള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര വലിയ ഹാപ്പിനെസ് ആണ്. ലാസ്റ്റായിട്ട് ഇതുപോലെ വിളിച്ചു പറഞ്ഞു മുടി നാടി വെട്ടരുത് പറഞ്ഞു. പറഞ്ഞു ഒരു പരിപാടി നമുക്ക് പിടിക്കാം, പിന്നെ വന്ന് ചെയ്തു. അല്ലെങ്കിൽ ഈ വില്ലന്മാരൊക്കെ പൊതുവെ നമ്മള് സിനിമയില് കാണുമ്പോ മറ്റേ വെറുത്തു, പക്ഷെ ജീവിതത്തിൽ കാണുമ്പോ അവരായിരിക്കും ഏറ്റവും പാവങ്ങള്. ഗുണ്ടകള് പാവങ്ങളാ. അതെ, പ്രവീൺ ചേട്ടൻ ബ്രോയുടെ ആണെങ്കിലും ശരി, ഫസ്റ്റ് നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ മലയാളികൾക്ക് 2 സിനിമകളാണ് വരുന്നത്. ബ്രോയുടെ ആണ് കമ്മട്ടിപ്പാടം, ബ്രോയുടെ ആണ് അങ്കമാലി ഡയറീസ്. ഇപ്പോഴും പ്രേക്ഷകർ അങ്ങനെ തിരിച്ചറിയാറുണ്ടോ? അങ്ങനെ തിരിച്ചറിയണം, അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് അങ്ങനെ പടങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. കുറച്ച് അല്ല, ചെയ്ത കഥാപാത്രം നോട്ടോ, നമ്മൾ ചെയ്യുന്ന കഥാപാത്രം അതേപോലെ ഒന്ന് കൊളുത്തുക, ഹുക്ക് ചെയ്യാന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, അതേപോലെ ഹുക്ക് ചെയ്തൊരു കഥാപാത്രത്തിന് വേണ്ടി ഒരു എനിക്കൊന്ന് ചിലപ്പം ഈ സിനിമ കഴിയുമ്പോഴേക്കും അതൊക്കെ മാറുമായിരിക്കും. ഗില്ലാപ്പി ബോയ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ ആയി മാറുമായിരിക്കും. അപ്പം മെറിൻ, ഈ സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മേക്കിംഗ് ആണ്. മേക്കിംഗ് അതിന്റെ കളർ ഗ്രേഡിങ്, ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ശരിക്കും തിയേറ്ററിൽ നിന്നപ്പോൾ ഞാൻ ഇന്ന് കണ്ടായിരുന്നു, ശരിക്കും അമേസിംഗ് ആയൊരു ഫീലിംഗ് ആയിരുന്നു. അത്
ഈ കഥ കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ കൊളുത്തി എന്താണ്? ഇങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണെന്നൊരു ആദ്യം ഒരു ഊഹം കിട്ടി കാണത്തില്ലായിരിക്കില്ല. എന്താണ് ഫസ്റ്റ് ഹുക്ക് ചെയ്ത എലമെന്റ് എന്താണ്? ഇല്ല, ഉല്ലാസേട്ടൻ എന്നെ വിളിക്കുമ്പോഴും ചെമ്പോസ്കി പിക്ചേഴ്സ് എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു സെറ്റ് ഓഫ് സിനിമകളിലൊന്നാണ് ചുരുളി. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു അവരുടെ മേക്കിംഗ് ആ രീതിക്ക് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലും ഒക്കെ വ്യത്യസ്തമായിട്ട് അഞ്ചക്കള്ളക്കോക്കാൻ്റെ മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് എന്നെ വരെ ഞെട്ടിച്ച് കളഞ്ഞ എന്താ പറയുക ഒരു ഫീൽ തന്നെയായിരുന്നു എനിക്ക്, എക്സ്പീരിയൻസും കാര്യങ്ങളും. സോ പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, പ്രവീണെ സഹായിക്കൂ. അല്ല, ഉല്ലാസേട്ടന്റെ ഫസ്റ്റ് പടമാണല്ലോ ഇത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡയറക്ടർ? എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിലൊക്കെ? എങ്ങനെയാണ് പുള്ളിക്കാരന്റെ ഇങ്ങനത്തെ ശരിക്കും പറയാ തിയേറ്റർ ഇത് എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറയും ഇത് ആള് ചെയ്ത ഫസ്റ്റ് പടം എന്ന് പറയത്തില്ല, ആ ലെവല്. എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ? എങ്ങനെ സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു? ഉല്ലാസേട്ടൻ ഒരു ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇല്ലേ, ഉല്ലാസേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉല്ലാസേട്ടൻ ഇങ്ങനെ സംവിധായകനാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡേ ഇല്ല. ഉല്ലാസേട്ടൻ്റെ അടുത്ത് ഒരു 10 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ നമുക്കത് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എങ്ങനെങ്കിലുമൊക്കെ ഉല്ലാസേട്ടൻ മറ്റേ തട്ടി വിടും. അല്ലാണ്ട് ഒന്ന് തുറന്ന് സംസാരിക്കുക അങ്ങനത്തെ ഒരു ഇതുമില്ല. ഞാൻ ഉല്ലാസേട്ടനെ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അത് സ്ക്രിപ്റ്റിന്റെ കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെ. പക്ഷെ എനിക്ക് ഉല്ലാസേട്ടനെ ഇതിനു മുന്നേ അറിയാം, പുള്ളിക്കാരൻ അങ്കമാലി ഡയറീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്പൻ ചേട്ടൻ്റെ ഒരു ടീം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ആദ്യത്തെ കോൾ വരുമ്പോൾ തന്നെ. ഞാനൊന്നും ആലോചിച്ചില്ല, രണ്ടും കൽപ്പിച്ച് സ്ക്രിപ്റ്റിന് മുന്നേ തന്നെ ഞാൻ ഇവരാണെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാന്നൊക്കെ. അങ്ങനെ തോന്നുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളല്ലേ, കുറച്ച് ടീമുകളെ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇവരുടെ ഒരു വർക്ക് ഒന്ന് പാസിംഗ് റോൾ ആണെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന കുറച്ചുകളുള്ളൂ. അപ്പൊ ഇനി അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യണം? അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, സമയം പോലെ ആ ഒരു എന്റെ ഹാപ്പിനെസ് കുട്ടിക്ക് എൻ്റെ ഒരു സമയം ആകുമ്പോഴത്തേക്കും അത് ഇതുപോലെ ഞാൻ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ചെമ്പോസ്കിയുടെ കൂടെ അല്ലെങ്കിൽ ആഷിഖ് അബു സാറിന്റെ കൂടെ ഒക്കെ ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു സ്വപ്നം. വരുന്നുണ്ടോ ആഷിഖ് അബു സാറിന്റെ ഒരു പടം? അപ്പൊ അതുപോലെ ചെമ്പോസ്കിയുടെ ഒക്കെ ഒരു ഭാഗമാവണം എന്നൊരു സമയത്ത് ഇങ്ങനെ ഇരുന്ന് സിനിമകളൊക്കെ കാണുമ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം വരും. അപ്പൊ അതുപോലെയാണ് ഒരു സർപ്രൈസ് പോലെ എന്നെ ഉല്ലാസേട്ടൻ വിളിക്കുന്നത്. അതും നടന്നു. അതെ. അപ്പൊ നമ്മുടെ ഗില്ലാപ്പി ബോയ്സിനോട് ചോദിക്കാം. അതപ്പം ഈ സിനിമയില് നിങ്ങൾ വരുന്ന ഒരു വരുന്ന തൊട്ടുള്ള ഒരു ബിജിഎമ്മും നിങ്ങളുടെ ആക്ഷൻസും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ബ്രോയുടെ ഡാൻസിങ് വെച്ച് ആടി അതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്തായിരുന്നു? ഉല്ലാസേട്ടൻ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആയിരുന്നു? അല്ല, പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡാൻസ് ഒരു മൂവ്മെന്റ് ഉണ്ടാവും, മൂവ്മെന്റിലാണ് ആശാൻ നടക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നിനക്ക് എന്താ തോന്നുന്ന ആ അവസ്ഥയിൽ പിടിച്ചോളാൻ എന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു. അതിൽ പിന്നെ നമ്മുടെ പാട്ടിൻ്റെ സമയത്ത് മാത്രമാണ് നമുക്ക് മറ്റേ കൊറിയോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്ന സാധനം. അതും അവരും മറ്റേ ഇങ്ങനെ നമുക്ക് എലമെൻറ്റ്സ് ഇങ്ങനെ ചെയ്ത് തരുമായിരുന്നു, എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു സാധനം കാണിച്ചു തന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് ചെയ്തോ എന്നുള്ള അവസ്ഥയായിരുന്നു. ശരിക്കും പ്രൊഫഷണൽ ഡാൻസറാണോ? അല്ല, പ്രൊഫഷണലായിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. ഡാൻസ് അടിക്കുക വേറെ ലെവല്. കാരണം എനിക്ക് പ്രത്യേകിച്ച് ആ ഷാപ്പിൽ ഉണ്ടാവുന്ന എന്റെ ദൈവം എന്താ ആള് സൈക്കോ ചിരിച്ചോണ്ടൊക്കെ. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ പല ആർട്ടിസ്റ്റുകളും ഇതേപോലത്തെ ഒരു കഥാപാത്രം കിട്ടാനായിട്ട്, കാരണം നോട്ടബിൾ ആവാന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല. അപ്പൊ ഇത് അത്രയും പ്രേക്ഷകരോട് ഇന്ന് കണ്ടപ്പോ അത് ഫീൽ കിട്ടിയോ? കിട്ടി. പക്ഷെ അതേ സമയത്ത് എനിക്ക് മറ്റേ പ്രശ്നം വിളിച്ചായിരുന്നു, അയ്യോ ഇത് കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നാക്കായിരുന്നു എന്നുള്ളൊരു സാധനമായിരുന്നു എല്ലാ സീനിന്റെ അകത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് അപ്പം നോർമലി ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതിന്റെ കളർ പാറ്റേൺ ഒക്കെ വളരെ ഇത് ട്രെയിലറൊക്കെ വന്ന സമയത്ത് എല്ലാവരും പറയുന്നത് ഡബിൾ ബാരലുമായിട്ട് ആ ഒരു കളർ പാറ്റേൺ, അയ്യോബിന്റെ പുസ്തകം അവരുടെ കളർ പാറ്റേൺ ഒക്കെ ഉണ്ട്. ശരിക്കും അങ്ങനെ ഒരു കാലഘട്ടം പിടിക്കാനുള്ള ഒരു കാരണം എന്താന്ന് നോക്കിയിട്ടുണ്ടോ? അതൊക്കെ എന്നെ അഭിനയിക്കാൻ വിളിച്ച് ഞാൻ അഭിനയിച്ചു പോകുന്നുണ്ട്. കഥാപാത്രത്തിലേക്ക് വരാം. ഇപ്പൊ ബ്രോ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളായാലും ശരി, ഒരു എപ്പോഴും ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു കഥാപാത്രങ്ങളുണ്ടല്ലോ. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു, അങ്ങനെയാണോ?
ഇതാ അറിയില്ല എന്റെ മോന്താണ് എപ്പോഴും ചോദിച്ചില്ല എനിക്കൊരു പോസിറ്റീവ് കഥാപാത്രം ഒന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ആൾക്കാർ മൈൻഡ് ചെയ്യണ്ടെങ്കിൽ അത് കളയാതൊക്കെ മെറിന് എങ്ങനെയാണ് ഇപ്പം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു കുറച്ചുകൂടെ നോട്ടബിൾ ആയിട്ടുള്ള, ഇതിനകത്ത് കുറച്ച് സ്പേസ് ഉള്ളെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴെങ്കിലും ലോക്ക് ചെയ്യണം നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴും ഈ ഇതിലെ കഥാപാത്രങ്ങൾ ലുക്മാനുമായിട്ടുള്ള സീൻസ് ഒക്കെ കണ്ടപ്പം നമ്മൾ പ്രതീക്ഷിച്ചു ഇച്ചിരിയോടെ ഉണ്ട് ഒരു ലുക്മാന്റെ ഹീറോയിൻ ആയിട്ടായിരിക്കും എന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഇതൊന്നും അല്ല, വേറെ ലെവൽ ഓഫ് കഥാപാത്രമായിരുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന കുറച്ചു മുമ്പ് പറഞ്ഞ ഇന്ന ടീമിനോട് വർക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളായിരിക്കണം എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഈ പറഞ്ഞ കണക്ക് എന്നും ഒരേ രീതിക്ക് തന്നെയുള്ള സ്ക്രിപ്റ്റ് വരരുതേ എന്ന് ആഗ്രഹിക്കും. പിന്നെ ഈ പറയുന്ന കണക്ക് എല്ലാം ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതല്ല, ഞങ്ങളിലേക്ക് വരുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ എനിക്ക് സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ ക്യാരക്ടറും എന്താ ഒരു ഓക്കെ ഒരു നല്ല സിനിമയിൽ ഞാൻ തള്ളപ്പെട്ടു പോകത്തില്ല, എന്നാലും ഞാൻ ആ സ്ക്രീനിൽ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് എനിക്കത് തോന്നിയതും. പിന്നെ കരിയർ വൈസ് നോക്കുമ്പോൾ ഈ ഒരു സിനിമയുടെ കൂടെ അതും ഒരു സക്സസ് ആവാം എന്ന് എൻ്റെ മനസ്സിൽ നമുക്ക് എല്ലാവരിലേക്കും അത് തോന്നത്തില്ല. ഇന്ന പ്രോജക്റ്റുകൾ വരുമ്പോൾ നമുക്കൊരു ഷോർട്ടായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലത്തെ ഒരു എലമെൻ്റ് ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക ഓഡിയൻസിലേക്ക് എത്താൻ പറ്റുന്ന രീതിക്ക് പവറുള്ള ഒരു ടീമിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു മൂവി വരുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ ചെറുതാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഓഡിയൻസിലേക്ക് അത് എത്തും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ അത് ചെയ്ത് ഫലിപ്പിക്കണം എന്നുള്ള ഇതാണ്. അതിൽ എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രേക്ഷകരെല്ലാം നല്ല രീതിയിൽ തന്നെ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. കാരണം അത്രയും നല്ല റെസ്പോൺസ് ആയിരുന്നു ഇന്ന് തിയേറ്ററിൽ നിന്ന് നമ്മൾ കണ്ടത്. അത്രയും ഒരു നമ്മൾ അത്രയും നിൽക്കുന്നത് സിനിമകളുടെ ഒരു വസന്തകാലമാണ് ഇപ്പോൾ. തൊടുന്നതെല്ലാം പൊന്നായിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററുകളിൽ ടിക്കറ്റ് പോലും കിട്ടാത്ത സിനിമകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ശരിക്കും തിയേറ്റർ കുലുക്കിയ ഒരു സിനിമ തന്നെയാണെന്ന് പറയാല്ലേ? അതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് OTT കാണുന്നതിനെക്കാട്ടിലും നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അഞ്ചക്കള്ളക്കോക്കാൻ. ഇപ്പോൾ ഈ പറയുന്ന അങ്കമാലി ഡയറീസ് ആയാലും ലിജോ ജോസ് സാറിൻ്റെ മൂവീസൊക്കെ നമ്മൾ എപ്പോഴും തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് വേറെയാണ്. അപ്പോൾ എല്ലാവരും പോയി അഞ്ചക്കള്ളക്കോക്കാൻ തിയേറ്ററിൽ തന്നെ കാണണം. അതെ, തിയേറ്റർ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പം ഈ നോർമലി ചില പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന ആർട്ടിസ്റ്റുമായിട്ട് ഇപ്പം ഇതിനകത്ത് ചെമ്പൻ ചേട്ടനും ലുക്മാനും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. കാരണം വെച്ചാൽ അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിലുള്ള ചില ഡിസ്റ്റാൻഡേർഡ്സ് ഉണ്ടാകുന്നത്. എനിക്കത് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ സ്പോയിലറായി പോകും. അങ്ങനത്തെ ഡിസ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നേരിട്ട് സെറ്റിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ട് അഭിനയിച്ച സമയത്ത്? ആദ്യം ഞാൻ നല്ല പേടിച്ച് നല്ല കുട്ടിയായിട്ടാണ് ഞാൻ ഇരുന്നത്. കാരണം എല്ലാവരും ഞാൻ ഒബ്സർവ് ചെയ്ത് ദൈവമേ സംസാരിക്കാൻ പറ്റും, ചെമ്പൻചേട്ടൻ ദേഷ്യപ്പെടും, ഉല്ലാസേട്ടൻ ദേഷ്യപ്പെടും എന്നൊക്കെ ഞാൻ പേടിച്ചാണ് സെറ്റിലേക്ക് ചെല്ലുന്നത്. പക്ഷെ അങ്ങനൊന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ച് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ചെമ്പൻചേട്ടൻ ഭയങ്കര കൂളായിട്ട് മറ്റേ നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, എന്തെങ്കിലും വേണോ, ഒന്നും വേണ്ട ചെമ്പൻചേട്ടൻ, ശരി എന്നാ ഞാൻ പോയിട്ട് വരട്ടെ, അങ്ങനത്തെ രീതിക്ക്. പിന്നെ ഇവരുമായിട്ടൊന്നും എനിക്ക് സീക്വൻസ് ഉണ്ടായിട്ടില്ല, പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായി? അപ്പോൾ സിനിമയെ കാണുമ്പോൾ നമുക്ക് ഇവർ ഭയങ്കര വില്ലന്മാരായിട്ട് വേറെ ഒരു സൈക്കോ മോഡിലുള്ളവരാ, പക്ഷെ റിയൽ ലൈഫിൽ കാണുമ്പോൾ പഞ്ചപാവങ്ങൾ. സെറ്റിലൊക്കെ എങ്ങനെയാണ് ഇവര്? ഞാൻ മെറിനുമായിട്ട് കുറെ കൂടെ സംസാരിച്ചിട്ടുണ്ട്, പ്രവീണിനെക്കാട്ടിലും. മെറിനെ ഞാൻ കാണുന്ന സമയത്ത് അവന്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എന്റെ മനസ്സിൽ ഒരു പ്രാവശ്യം പോലും പോയിട്ടില്ല. ഇത് സ്ക്രീനിൽ കിടമ്പോ ചേട്ടിയോ? പിന്നില്ലാണ്ടോ, ഞാൻ പുറത്തിറങ്ങി വന്ന് ആദ്യം ഇവനെ കണ്ടപ്പോ ഞാനിവനെ ആദ്യമായിട്ട് കാണുന്നുണ്ടോന്ന് ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് ഇവരുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കത് സിനിമ നോട്ട് ചെയ്യുന്ന ഏറ്റവും ചർച്ച ചെയ്യാൻ പോകുന്ന ഇവരെ കുറിച്ചാണെന്ന് തോന്നുന്നു. അതെ. അപ്പൊ പേടിയാണോ എക്സൈറ്റ്മെന്റ് ആണോ ഇങ്ങനെ? അതൊക്കെ ഇപ്പൊ അവന്മാർക്ക് അറിയാം, അവന്മാര് നല്ല കിഡിലായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഞങ്ങള് കുറച്ച് വിനയം കാണിച്ചു, കുറച്ച് എളുമ കുറച്ച് കൂടുതലിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോർമലി കണ്ടുവരുന്നത് ഇപ്പൊ നിങ്ങൾ ഇനി ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ, ചെമ്പോസ്കി പിക്ചേഴ്സ് വരുവാണെങ്കിൽ ഇങ്ങനത്തെ ഇതേപോലത്തെ ഒരു കഥാപാത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം? അത് വേറെ വിളിച്ചാ പോയെന്നാണ് ആഗ്രഹം. വിളിക്കണോ? വിളിച്ച ഞങ്ങള് ചെയ്തിരിക്കും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചെമ്പച്ചേട്ടനായിട്ട് ഇതിനു മുമ്പ്? ചെമ്പച്ചേട്ടനൊക്കെ അറിയാം, ഉല്ലാസേട്ടനൊക്കെ അറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ട്? അടിപൊളി കൂട്ടുകാരന്മാര് പോലെ ചേട്ടന്മാര്. എപ്പോഴും അങ്ങനെ സിനിമയുടെ ഒന്നല്ല, അങ്ങനെ വീണ്ടും അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞിരിക്കുള്ളൂ, അല്ലാണ്ട് സിനിമയുടെ ഒന്നും പറയാറൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ നമ്മള് എപ്പോഴും ഒരു ഫ്രീഡം ഉണ്ടല്ലോ. ഇപ്പൊ ചില ആളുകളുണ്ടാവും നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഫ്രീഡം.
ബ്രോയ്ക്കോ? അയ്യോ, ഈ നേരത്തെ പറഞ്ഞായിരുന്നു ഞങ്ങള് ഇപ്പോ ഉല്ലാസ് ചേട്ടനാണെങ്കിലും പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ അത്ര സംസാരിച്ചിട്ടില്ല. ചെമ്പൻ ചേട്ടൻ്റെ അടുത്താണെങ്കിൽ ഞാൻ എന്തോ 2-3 വാക്കുകൾ എന്താണ് ഞങ്ങൾ 10 നേരത്ത് സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പം അധികം എനിക്കറിയില്ല, സാധാരണ സിനിമ സെറ്റിൽ പോയേക്കണതിൻ്റെ അതിനേക്കാളും വളരെ കുറച്ച് സംസാരങ്ങളും ഭാഷകളും നടന്ന സെറ്റായിരുന്നു ഇത്. നമുക്കധികം ഇവിടെ പ്രവൃത്തിയായിരുന്നു കൂടുതൽ. കളിതമാശകളൊന്നും വേണ്ട, വരിക അഭിനയിക്കുക, പോവുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള അതിന്റെ ഫൈറ്റ് സീൻസ് മേക്ക് ചെയ്യാനായിട്ടായിരിക്കണം തോന്നുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഫൈറ്റ് സീൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും അടി കിട്ടിയോ? അയ്യോ, കയ്യും കണക്കൊന്നും അടിയും തൊഴിയും കണ്ടപ്പോ എനിക്ക് ശരിക്കും കിട്ടിയിട്ടുള്ള ഉണ്ട്. ഇപ്പൊ സാധാരണ അറിയാം, ഷൂട്ടിന്റെ ഇടയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇപ്പൊ മേജർ ഫൈറ്റിംഗ് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ കയ്യിൽ നിന്ന് പോക്കുകളും എല്ലാ സാധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വലിയ എനിക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ളത് മറ്റേ ഷാപ്പിലെ സീൻ ഉണ്ടല്ലോ, അതിന് എത്ര തവണ, കാരണം അത് കണ്ടിന്യൂസ് ഒറ്റ ഷോട്ടിൽ പോകുന്ന കുറെ ഇതുണ്ട് അവസാനം, അത് എത്രത്തോളം ടഫായിരുന്നു? അതായിരുന്നു ഏറ്റവും ടഫ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിന് തൊട്ട് മുന്നത്തെ ദിവസമായിരുന്നു ഈ ഡാൻസും പരിപാടി സാധനങ്ങൾ. അതിന്റെ നെക്സ്റ്റ് ഡേ വന്നിട്ട് നേരെ ഫൈറ്റിൽ പരിപാടിയിലേക്ക് കിടക്കുക എന്നുള്ള സാധനത്തിലായിരുന്നു. അപ്പോൾ നമുക്ക് ഫിസിക്കലി അതിനോട്ട് നമ്മൾ മെന്റലി ഓക്കെയാണ്, ചെയ്യാം എന്നുള്ള സാധനമുണ്ട്. പക്ഷെ നമ്മൾ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യാനുള്ള എനർജി ഇല്ലായിരുന്നു. അതിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളുണ്ട്. കന്നഡ പഠിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അല്ല, ബ്രോയ്ക്ക് പറഞ്ഞാൽ മനസ്സിലായി. രണ്ട് വാക്ക് വേണ്ടി എന്ത് മനസ്സിലാവുന്ന ഭാഷ ഇത് ഗില്ലാപ്പിയുടെ ഭാഷയിലെന്ന് പറഞ്ഞ് ഗില്ലാപ്പി ഞങ്ങൾക്ക് വേണ്ടി ഗില്ലാപ്പിയുടെ ഒരു ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡയലോഗ് ഗില്ലാപ്പിയായിട്ട് ഞങ്ങൾക്ക് ഒരു ഡയലോഗ് ഇറക്കാണെങ്കിൽ ഭാഗ്യം. ചുമ്മാ എന്തെങ്കിലും പറയൂ. ഞാൻ ഒരു സാധാരണ എന്താ പറയാ അതെ, എനിക്കത് കണ്ടിന്യൂസ് ഡയലോഗ് പറയാന്ന് പറയാ ചെറിയൊരു പണിയല്ലെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഒരാളെ പേടിപ്പിക്കുന്ന നമ്മുടെ വീടിനോട് കളിയാക്കി പറയല്ലേ, കൊറേ നേരം അങ്ങനെ കളി തന്നെ ഒരാളോട് കളിയാക്കും. പക്ഷെ അത് പേടിപ്പിക്കുന്ന ലെവലിലായാലും ശരി, ഒരു ആ ഒരു മോഡിലേക്ക് അത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. എന്നാലും നമുക്ക് സെറ്റായി. ചിലർക്ക് നാച്ചുറൽ ആയിട്ട് വരും, ചിലർക്കാണെങ്കിൽ എടുത്ത് ബ്രോയ്ക്ക് അത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. അറിയില്ല, എല്ലാം ഭയങ്കര വിനയമാണ്. അല്ല, ഞാൻ ഭയങ്കര വിനയ കുലിയായി. അപ്പൊ 3 പേരോട് ചോദിക്കാണ്, സിനിമ എന്ന് പറഞ്ഞത് ശരിക്കും ഡ്രീം ആയിരുന്നു നിങ്ങളുടെ? എന്റെ എല്ലാവരും കേട്ടോ, ഞാൻ ആക്സിഡന്റലി സിനിമയിലേക്ക് വന്നതാണ്. വളരെ ആക്സിഡന്റ് ആയിട്ട് സിനിമയിൽ വന്നതാണ്. ഞാനും ഇതുപോലെ അങ്ങനെ വന്ന ആളൊന്നല്ല. ലിജോ ചേട്ടൻ വിളിച്ചപ്പോ വന്ന സിനിമ അങ്ങനെ വലിയ സ്വപ്നമൊന്നും അല്ലായിരുന്നു? ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, വന്ന് പെട്ടതാണ്. ശരിക്കും സ്വപ്നം എന്താണ് ചോദിച്ചപ്പെട്ടു? ചിലപ്പോ ഇപ്പൊ ഇരിക്കുന്ന ഒപ്പം ഇരിക്കുന്ന നാളെ. ഇന്നത്തെ സ്വപ്നം പറ. എന്റെ ഏറ്റവും വലിയ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ലിവർപൂളിൽ വരുന്ന ഒരു കളിയാണ്. ഏറ്റവും വലിയ ഫോമില് അതിന്റെ ഏറ്റവും വലിയ കാര്യം. ആൻഫീൽഡിൽ പോയിരുന്ന ഒരു കളി കാണുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡ്രീം. ലിവർപൂൾ മാൻ, ജെറാർഡ്, എന്താ പറയാ, സാഡിയോ മാനെ, മോസാല, അതൊരു വികാരമാണ്. ഇപ്പൊ നോർമലി എല്ലാവരോടും ചോദിച്ചാൽ പറയും എന്റെ ഡ്രീം ഇതാണ്, എന്റെ സ്വപ്നം ഇതാണ്, ഇന്ന പോലെ ആളാം, ഇന്ന ആളെ പോലെ ആവണം, ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണം, അല്ലെങ്കിൽ ഇന്ന പൊസിഷൻ എത്തണം. ഇത് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവിടെ പോയി കളി കാണണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ഉള്ള ഇതൊക്കെ അല്ലേ. ഇപ്പോഴും അങ്ങനെ വെറൈറ്റി ലൈഫിൽ അങ്ങനെ വെറൈറ്റി ആയിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? ഇതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളല്ലേ. ഇപ്പൊ ലൈഫിൽ ഇതുവരെ ചെയ്തിട്ടുള്ള വെറൈറ്റി ആയിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം എക്സ്പീരിയൻസ് ഉണ്ടോ?
എന്നിട്ട് അങ്ങനെ ചോദിച്ചാ എനിക്ക് അറിയില്ല. അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അഡ്വഞ്ചർ ആയിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ വെറൈറ്റി ആയിട്ട്, മറ്റുള്ളവരെ പോലെ ഒന്നല്ല ഞാൻ എന്നുള്ളത്. അമ്മേനെ വെട്ടിച്ചെന്തെങ്കിലും മോഷ്ടിച്ചില്ല. മറ്റുള്ളവരൊക്കെ ആരും ചെയ്തിട്ടില്ല. വെറൈറ്റി പരിപാടികൾ. അതൊക്കെ കഴിവാണ്. വിചാരിക്കുന്ന പോലെ തന്നെ പിടിക്കാതൊക്കെ ചെയ്യാന്ന് പറയാൻ നിസ്സാര പണിയാ. അതിനൊരു ബാങ്ക് കൂടി നോട്ടിട്ടുണ്ട്. അത് അങ്ങനെ വെറൈറ്റി പിടിക്കണേ. ബ്രോയ്ക്കോ മറ്റുള്ളവർ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് ലൈഫിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ചെയ്യാനായിരുന്നു. അപ്പോൾ എനിക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് റിതം ഗിറ്റാറിസ്റ്റ് ആയിരുന്നു ഞാൻ തുടങ്ങിയത്. ദെൻ പിന്നെ അതിൻ്റെ അതിൽ നിന്ന് ബേസ് ഗിറ്റാറിസ്റ്റ് ആയിട്ട് അങ്ങനെ. പക്ഷേ ഈ ഇത്ര കാര്യം പറയണത് ചോദിക്കുമ്പോൾ ആകെ ഞാൻ 3 മാസമാണ് ഗിറ്റാർ പഠിച്ചിട്ടുള്ളത്. പിന്നെ പിന്നെ എന്താ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ, ആൾക്കാരെ ഫോളോ ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ പരിപാടി ഞാൻ തുടങ്ങിയത് സ്റ്റേജിനകത്തായിരുന്നു. അപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് മറ്റേ എനിക്കറിയാവുന്ന പോർഷൻസ് ഇപ്പോൾ ഞങ്ങളുടെ ഓൺ സോങ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗം വരെ എനിക്ക് അറിയത്തുണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മറ്റേ ബേസ് ഗിറ്റാറിൻ്റെ മറ്റേ ഗെയിനും സാധനവും വോളിയൊക്കെ ഒന്ന് കുറച്ചിടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേജിൽ കിടന്ന് നമ്മൾ എന്ത് കാണിക്കുകയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. സ്റ്റേജിൽ നമ്മൾ ലൈവായിട്ട് അങ്ങനെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ അത് സത്യമായിട്ട് കാര്യമായിട്ട് പറയാം, കോമ്പറ്റീഷനായിട്ട് വേറെ ആരുണ്ടായില്ലേ? ഇതേപോലെ തന്നെ ഭയങ്കര നമുക്ക് ക്രൗഡിനെ ഏറ്റെടുക്കുക. ഇപ്പോൾ കുറേ വഴികളുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ നമ്മളുടെ സോങ് ഇപ്പോൾ കവർ സോങ് അല്ലാണ്ട് നമ്മുടെ ഓൺ സോങ് ഉണ്ട്. ഓൺ സോങ് ഇറക്കുന്നു. അപ്പോൾ കുറച്ച് ക്രൗഡിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ക്രൗഡിനെ വെച്ചിട്ട് പണിയെടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു തവണ കുറച്ച് എന്താണ് ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ പോയ സമയത്ത് അത് ഭയങ്കര രസകരമായിരുന്നു. നമ്മുടെ സോങ് പാടിക്കഴിഞ്ഞ സമയത്ത് ആൾക്കാർ റിട്ടേൺ പാടുക, അങ്ങനെയൊക്കെ. അതൊക്കെ ഒരു ഭാഗ്യം കൂടെയാണ്, തിരിച്ച് റിട്ടേൺ കിട്ടുക, അതേപോലെ ക്രൗഡിനോട് നിൽക്കാന്ന് പറയുന്നത്. എൻ്റെ ഇതിന് മുന്നത്തെ ഒരു ആഗ്രഹം അതായിരുന്നു, ഒരു സ്റ്റേജിൽ നിന്നിട്ട് പ്ലേ ചെയ്യുക, ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് പ്ലേ ചെയ്യാൻ വകുപ്പില്ലാതെ പോയി. നേരത്തെ ഇറങ്ങിയത് ഞങ്ങൾ അറേഞ്ച് ചെയ്താനേ അങ്ങനെ. അപ്പൊ ആ ഡ്രീം അവിടെ അങ്ങനെ തീർന്നു. പിന്നെ വളരെ ചെറിയ ഡ്രീമുകൾ കൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഡ്രീം സാധിക്കട്ടെ ഞങ്ങൾ. അല്ല, അതിപ്പോ ഓൾറെഡി കഴിഞ്ഞല്ലോ. എനിക്കിപ്പോ അതിനകത്ത് കിട്ടാനുള്ളത് കിട്ടി. അല്ല, ഇനി ഒരു സ്റ്റേജിൽ മുഴുവനായിട്ട് ഒരു ക്രൗഡ് കൺട്രോൾ ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല. അതുണ്ട്, തിരിച്ചങ്ങോട്ടേക്ക് പോകണം എന്നുള്ള താല്പര്യമുണ്ട്. എങ്ങനെയാണ്, സിനിമ തന്നെയായിരുന്നു ഡ്രീം? അതെ, എനിക്ക് സിനിമ എന്ന് പറയുന്ന ഒരു പാഷനായിരുന്നു. അപ്പം പൂമുര മുതലുള്ള സമയം അല്ലെങ്കിൽ ഈ സമയം വരെ ഞാൻ ആഗ്രഹിക്കുന്നത് സിനിമയിൽ കാരണം എനിക്ക് സന്തോഷം വരെ ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സന്തോഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് തന്നെ എനിക്ക് മുന്നോട്ട് ഇനിയുള്ള നാളുകളും ചെയ്യണം തന്നെയാണ് ആഗ്രഹം. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളല്ലേ നമുക്ക് ഡ്രീം ഉണ്ടാവില്ല, നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഫസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചില ആക്ടേഴ്സിനെ കാണുമ്പോഴായിരിക്കും അവർക്കത് സ്ട്രൈക്ക് ഉണ്ടാവുന്നത്. മെറിനെ സംബന്ധിച്ച് എങ്ങനെയാണ് സിനിമ എന്ന് പറയുന്ന ഒരു ഇത് മൈൻഡിൽ വന്നപ്പോഴാണ്? അയ്യോ, ഒരുപാട് വർഷങ്ങൾ ഞാൻ പുറകിലോട്ട് കൊണ്ട ക്വസ്റ്റ്യൻ. സമയമുണ്ട്, നമുക്ക് സഞ്ചരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു സോഡ കുടിച്ചിട്ട് വരാമെന്ന്. അത് ആദ്യം കുറച്ചാള് പാട്ടുകാരി ആവണമെന്നായിരുന്നു, പിന്നെ കുറച്ചാള് ഡാൻസുകാരി ആവണമെന്നായിരുന്നു. അത് കഴിഞ്ഞ് സകലവല്ലവയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ബാബു നൂർ സാർ എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞ എനിക്കൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടാണ്. അപ്പം ഞാൻ പഠിച്ചതും വളർന്നൊക്കെ അബുദാബിയിലായതുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നാടകങ്ങൾ ചെയ്യാൻ വരും. അപ്പം നാടകം ചെയ്യാൻ വന്ന് ഞങ്ങളുടെ സംവിധായകനായിരുന്നു. അപ്പം ആദ്യമായിട്ട് കയറി നിന്ന് അഭിനയിച്ചതായി കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു പുള്ളിക്കാരൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ അഭിനയത്തെ സ്നേഹിച്ചു തുടങ്ങുന്നതും. ഓക്കെ, ഇതെന്താണ് സംഭവം, ഇതിൽ കൂടുതൽ പഠിക്കണം എന്നല്ല, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ആക്ടിങ് എന്താണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ വരുന്നത് ആ സാറിൽ നിന്ന്. അങ്ങനെ തുടങ്ങി പിന്നെ ഒരു എന്താ പറയുക, ഉള്ളിലൊരു തീ പോലെ എനിക്ക് സിനിമ കാരണം എന്നുള്ളൊരു വാശി ഇപ്പോഴും ആ തീയുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അല്ല, ഫസ്റ്റ് എല്ലാവരുടെയും സിനിമ ഡ്രീം ചെയ്യുന്ന എല്ലാവരും അല്ലെ സിനിമയിൽ അഭിനയിക്കുന്നവർ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ക്യാമറയ്ക്ക് പേടിയായിരുന്നു. ഇപ്പോഴും പേടിയാണോ? എത്ര സിനിമ അഭിനയിച്ചിട്ട്? പിന്നെ തീർച്ചയായിട്ടും
കാരണം വെച്ചാൽ അത് കറക്റ്റ് മീറ്റർ വെച്ചിട്ട് ഡയലോഗ് ഇമോഷണൽ ആ സ്പേസിൽ തന്നെ ഫ്രെയിമിൽ തന്നെ ഇത് പറയാൻ തെറ്റാണ്ട് ചെയ്യണമല്ലേ? വേറെ എങ്ങനെയാണ്? ഇപ്പോഴാ പേടിയുണ്ടോ? പിന്നെ ഒരു സിനിമ കിട്ടിക്കഴിയുമ്പോ നമ്മള് പുതിയ സെറ്റിലേക്ക് പോകുമ്പോ എനിക്ക് ആദ്യത്തെ ദിവസം അതെ, പക്ഷെ ആദ്യത്തെ ഒരു 2 ദിവസം ആ ക്യാരക്ടറിലേക്ക് കേറുന്നവരെ ഈ സാറിന് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, ഞാൻ ഈ സാർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ടോ കഥാപാത്രമായോ? എന്നൊക്കെയുള്ള നല്ല ബ്രോയ്ക്കുണ്ടോ പറഞ്ഞ പേടി? ഇപ്പോഴും ഉണ്ട്. ഇപ്പം കാരണം ഒരു സാധനം ഡെലിവറി ചെയ്യാന്ന് പറയുന്ന ഒരു ആക്ടറെ സംബന്ധിച്ച് ഒരു സാധനം ആ കഥാപാത്രമായി ഡയലോഗ് മനപ്പാടം പഠിച്ച ആ ഇമോഷണൽ ആ ഫിക്സഡ് ഫ്രെയിമിൽ ഡെലിവറി ചെയ്യാന്ന് പറയാ നിസ്സാര പണിയല്ല. അപ്പം ഇത് ഓരോ തവണ ചെയ്യുമ്പോഴും പെർഫെക്ഷൻ ആണെന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം എപ്പോഴും പോയി മോണിറ്റർ പോയി ചെക്ക് ചെയ്യാറുണ്ടോ? ഇല്ല 3 പേര് ചെക്ക് ചെയ്തിട്ടില്ല. ഇല്ല, സ്വഭാവം നമുക്ക് താല്പര്യമില്ലാത്തതാണ്. തീരെ താല്പര്യമില്ല. അത് പണ്ട് മുതലേ വന്ന സമയം മുതലേ നമ്മളിങ്ങനെ എടുത്തു വെച്ചാൽ ഓക്കെ അതിന്റെ പുറകിൽ പോയി നിന്ന് കാണില്ല എന്നുള്ള സാധനം നമുക്ക് ഡയറക്ടറിനെ നോക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ നമുക്ക് അവിടെ AD-മാരുണ്ട് നമ്മളെ. ഇപ്പൊ നമുക്ക് കമ്പനി അടിക്കുന്ന ചേട്ടന്മാർ വരെയൊക്കെ ഉണ്ടാവും. അതിപ്പം പ്രൊഡക്ഷൻ ബോയിലെ ചേട്ടന്മാരായിരിക്കാം. നമ്മൾ ചെയ്തേക്കണ കാണുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും റീടേക്ക് പോകണോ വേണ്ടോ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അത് മതി. അല്ലാണ്ട് എനിക്കിപ്പോ ടേക്ക് കട്ട് പറഞ്ഞു കഴിഞ്ഞ ശേഷം നേരെ എല്ലാരും വന്നിട്ട് ഈ മോണിറ്ററിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നിൽക്കുന്ന പരിപാടി ശരിയാവില്ല. നമുക്ക് വിശ്വാസം ഡയറക്ടറാണ്. ഡയറക്ടർ പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. അപ്പൊ മെറിൻ നമ്മളെ പാട്ടിനോട്ടൊന്ന് ചെറിയ സബ്ജക്റ്റ് സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാടാം. ഇവിടെ പിന്നെ പാട്ടറിയാവുന്നവര് മാത്രം വേണ്ടി, പിന്നെ കുഴപ്പമില്ല. ഞാൻ പുതിയതായിട്ട് പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പഴയ പാട്ട് മതി അല്ലേ? ഞങ്ങൾക്ക് വേണ്ടി 2 വരി വെറുതെ അബദ്ധത്തിലെങ്ങാണ്ട് പറയുന്നത്. പണ്ടങ്ങാണ്ട് പാട്ട് പഠിച്ചിരുന്നത് അബദ്ധത്തിലെങ്ങാണ്ട് ഇങ്ങനെ പറഞ്ഞു. മിക്കവാറും 1 വർഷത്തിന് മുന്നേ എന്റെ കഴിഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ പാടി അതേ പാട്ടായിരിക്കും ഞാൻ കുഴപ്പമില്ല. 1 വർഷം ഞാൻ പാടുന്നില്ല. പ്ലീസ് എന്നെ പാടാൻ നിർബന്ധിക്കരുത്. എന്നെ കൊണ്ട് ഡയലോഗ് പറയുക. ഒരു ഡയലോഗ് പറയിപ്പിച്ച് നിന്നെ പാട്ട് പഠിപ്പിക്കല്ലേ? ഞാൻ ഏത് പാട്ട് പാടും എന്റെ തമ്പുരാനെ? ചുമ്മാ ഏറ്റവും മൈൻഡിൽ വരുന്ന ഫസ്റ്റ് വരുന്ന പാട്ട് പഴയ പാട്ടും വരുന്നില്ല, അതാണ് എന്റെ മൈൻഡിൽ വരുന്നത്. ഇഷ്ടമുള്ള ഫേവറേറ്റ് പാട്ട്? ഇഷ്ടമുള്ള ഫേവറേറ്റ് പാട്ടോ? അതെന്താ ഫേവറേറ്റ്? ഇഷ്ടമുള്ളൊരു പാട്ട് അതിൽ നിന്ന് കയറി പിടിക്കുക. കണ്ടില്ലേ കുട്ടിക്ക് തീരെ വയ്യ. അഭിനേത്രിയാണ്. അപ്പം നോർമലി നമ്മൾ ഓരോ ആൾക്കാരുമായിട്ട് ഓരോ സെറ്റ് ഓരോ വിധത്തിലാണ്. അപ്പം ഈ സെറ്റിലെ ആളുകളായിട്ട് ചിലരുണ്ടാവും ഒരേ കമ്പനി സർക്കിളിൽ വരുന്നവരുണ്ടാവും, ചിലർ പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ടാവും. ഈ സമയം ലുക്മാൻ്റെ ഒക്കെ നമ്മൾ സ്ഥിരം വരുന്ന കഥാപാത്രം നമുക്ക് കണ്ടിട്ടുള്ള അതിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടാണ് ലുക്മാൻ്റെ അഭിനയിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ലുക്മാൻ്റെ ആ ഒരു നമ്മൾ സ്ക്രീനിൽ കണ്ടപ്പോൾ സെറ്റിലുള്ളപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇതിങ്ങനെ പരസ്പരം ലുക്കായിട്ട് തന്നെ ആദ്യമേ കമ്പനി ഫ്രഞ്ച് പ്ലാൻ ചെയ്ത സമയത്ത് ലുക്കായിട്ട് കമ്പനി ഭയങ്കര മച്ചാൻ പരിപാടിയാണ്. എങ്ങനെയാണ് ലുക്മാന്റെ ഈ സിനിമയിലെ കഥാപാത്രം തിയേറ്ററിൽ കണ്ടപ്പോ? അടിപൊളിയല്ലേ മേട്ടവൻ ചെയ്യുന്നത്. ഓരോ നമ്മൾ ലുക്മാൻ ഇങ്ങനൊരു കഥാപാത്രം നമ്മൾ ആദ്യം കണ്ടിട്ടില്ല. ഓരോന്ന് ഇപ്പൊ തല്ലുമാലയിലൊക്കെ നമ്മൾ കണ്ട പെർഫോമൻസ് അല്ല ഒക്കെ അടിപൊളി പരിപാടികളാണല്ലോ ഇപ്പൊ പിടിച്ചോണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട്. എങ്ങനെ? എനിക്ക് ഞാൻ സിനിമ സെറ്റിൽ വരുമ്പോഴാണ് ആദ്യമായിട്ട് ലുക്കനെ കാണുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ ആസ് ആൻ ആക്ടർ ഞാൻ ലുക്കന്റെ ഭയങ്കര വലിയ ഫാനായിരുന്നു. അപ്പോ എന്തോ ലുക്കിനോട് തീർച്ചയായിട്ടും അത് വന്ന് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഭയങ്കര വലിയ ഫാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ സീൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ലുക്കുവിന്റെ ശബ്ദമൊന്നും ഞാൻ അല്ലാണ്ട് ഇന്റർവ്യൂലൊന്നും കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തി എന്നല്ലാതെ ഇന്റർവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല, എനിക്ക് സ്വരം അറിയത്തില്ല. അപ്പൊ ആദ്യത്തെ സീക്വൻസ് ചെയ്തപ്പോ വിക്കനായിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ ബാക്കി ചെന്നിട്ട് ഉല്ലാസന്റെ അടുത്താണോ എനിക്ക് ഓർമ്മയില്ല, ലുക്കുവിന് ശരിക്കും വിക്കുള്ളതാണോ അത് അവൻ അഭിനയിക്കുന്നത് ഇത് ഞാൻ കണ്ട ആളല്ല. എന്നിട്ട് പറഞ്ഞു ഞാൻ അഭിനയിച്ചതാ. അപ്പോൾ ലുക്കുവിനെ അന്ന് എൻ്റെ കൺമുന്നിൽ ഞാൻ നിന്ന് കാണുകയാണ് ആ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ്. അപ്പം സിനിമയിലാണെങ്കിലും തികച്ചും എനിക്കൊന്നും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ട്രാജഡികൾ സംഭവിക്കുന്നത്. നമ്മുടെ ഗില്ലാപ്പി അവൻ്റെ മരണം വല്ലാത്ത ട്രാജഡി. എനിക്ക് ഇതിനകത്ത് ഭംഗിയില്ല, ഞാൻ അറിയാം. ഒരു കോള് വരും.
സിനിമ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആളുകളെ വിളിച്ചു പറയും ആളുകൾക്ക് തിരക്കി കഥാപാത്രം എങ്ങനെയാണ് ആരെങ്കിലും വിളിക്കുക പറയുക ചെയ്യുമായിരുന്നോ? ഏയ് ഇല്ല, കാരണം എല്ലാവരും സിനിമ കാണുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് ശരിക്കും ആൾക്കാർ അടുത്ത് 9 ഏറ്റവും ഫസ്റ്റ് ഷോ എനിക്ക് തോന്നുന്നില്ല അധികം എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പൊ ഇനി വരും കോൾസ്, ഇനി കണ്ടിന്യൂസ് കോൾസ് വരാനുള്ളതല്ലേ. അപ്പം നിങ്ങളോട് എല്ലാവരോടും ചോദിക്കും, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രീമുകൾ പറയും. ഇപ്പൊ സിനിമകൾ ചെയ്യുമ്പോൾ ഇനി വർക്ക് ചെയ്യുവാണെങ്കിൽ ഇന്ന ആളിലൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ഡ്രീം ഉള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഇൻഡസ്ട്രിയില് ഇവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ മൊത്തത്തിൽ പറയോ? അതെ അതെ അതെ, ഡിക്കാപ്രിയോ ഒരു ഓസ്കാർ വാങ്ങുക എന്നുള്ളതാണ്. പോണു വണ്ടി വിളിച്ച് ഓസ്കാർ മേടിച്ചിട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പോയി മേടിച്ചിട്ട് തനിക്കോ ഇതുപോലത്തെ ഡ്രീം എന്തെങ്കിലും ഉണ്ടോ? അതാ ഇപ്പൊ പറഞ്ഞേ, ഓസ്കാർ വാങ്ങണം എന്നുള്ളത് സീരിയസ് ആക്കി എടുത്ത എന്താ നമുക്ക് വലുതായിട്ട് സ്വപ്നം. എനിക്ക് ഓസ്കാർ മേടിച്ചുകൂടെ? ബ്രോയ്ക്കോ? എനിക്ക് അങ്ങനെ ചോദിക്കാൻ ഇല്ല. എനിക്ക് എന്താ മറ്റേ ഇങ്ങനെ ഇന്ന സംവിധായകന്മാരുടെ കൂടെ അഭിനയിക്കണോ അല്ലെങ്കിൽ ഇന്ന ക്രൂവിൻ്റെ കൂടെ അഭിനയിക്കണമെന്നില്ല. എനിക്ക് ഇതിപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് ടാസ്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ടാവും എന്നുള്ളൂ. അങ്ങനത്തെ ഒരു ഇതായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ എനിക്ക് എങ്ങനെ റോൾ എഴുതുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം നമുക്ക് ടാസ്ക് കിട്ടുന്ന പരിപാടിയാണെങ്കിലും നല്ല രസം ഉണ്ടാവും എന്ന് തോന്നുന്നു. അതിലൊക്കെ അപ്പോൾ അപ്പോഴേ കാര്യമുള്ളൂ എന്ന് തോന്നണം. അല്ലെങ്കിൽ അടുത്ത സിനിമയിൽ പ്രവീണിന് 2-3 ഫൈറ്റ് സീക്വൻസ് എങ്കിലും മിനിമം വേണം. എനിക്ക് മിനിമം 3 ഫൈറ്റ് കിട്ടിയ അതില്ലാണ്ട് ഒരു സിനിമ ചെയ്യില്ല. ഈ സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രം ആരൊക്കെയാണ്? ചേട്ടൻ പടം കണ്ടില്ലേ? ഞാൻ പറഞ്ഞ ശരിയാത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളെങ്ങനെ പറയും? പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾക്കും പറയാൻ പറ്റില്ല. മേഘയുടെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് ഇത് മുഴുവൻ എന്നെ കൊണ്ട് പറയിക്കാനുള്ള പരിപാടിയാണ്. അറിയാം, എന്നിട്ട് നമ്മളോട് പറയാൻ മേഘയായാലും മണികണ്ഠൻ ചേട്ടനായാലും